45 വർഷത്തിലധികം പഴക്കമുള്ള കാര്യറിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കാലപ്പഴക്കത്താൽ ശോചനീയാവസ്ഥ നേരിടുകയാണ്. ഈ ശോചനീയാവസ്ഥ കാണാൻ അധികൃതർ തയ്യാറാകുന്നുമില്ല. വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. 4 വാർഡുകൾക്ക് വേണ്ടി കാര്യറിൽ പ്രവർത്തിക്കുന്ന ഏക ചികിത്സാ കേന്ദ്രമാണിത്. 5000-ലധികം ജനങ്ങളാണ് ഈ ചികിത്സാ കേന്ദ്രത്തെ ആശ്രയിക്കുന്നത്. 2 ജീവനക്കാരാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ നയിക്കുന്നതും. എന്നാൽ ഇവർ കൃത്യസമയത്ത് എത്താത്തതും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉപരോധ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും ഗർഭിണികൾക്കായി പ്രത്യേക ചികിത്സയുണ്ടെന്നാണ്. പക്ഷെ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു ഗർഭിണിയായ സ്ത്രീ ഇവിടെ എത്തിയപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇത് പൂട്ടിയ നിലയിലാണ് കണ്ടത്. അപ്പോൾ അവർ തന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരവുമായി മുന്നോട്ട് വന്നത്. സിന്ദാബാദ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ഹെൽത്ത് സെന്ററോ ശവകുടീരമോ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം. അധികാരികളെ അന്ധന്മാരെ കണ്ണു തുറക്കൂ നോക്കിക്കാണു. ഞങ്ങളിലുള്ളൊരു സമരാവേശം തീയായെന്ന് ജ്വലിച്ചെന്നാൽ. ഇന്ന് രാവിലെ നടന്ന ഉപരോധ സമരത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ, മണ്ഡലം സെക്രട്ടറി ഷഹനാസ്, സലീം തോട്ടത്തിൽ സലീം, ഷഹീർ ഷഹനാസ്, ആഷിഖ്, അൻസാരി, ഹാഷിം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.